അത് കടലാണ്, പക്ഷെ ഇത് കിണറാണ്. ഇത്രയും താഴ്ചയിൽ ശുദ്ധമായ തെളിനീര്. വല്ല കുതിരത്ത് പഠിച്ചോണ്ട് കേട്ടോ. അവിടെ ഉപ്പ് വെള്ളം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു തുള്ളി ഉപ്പില്ലാതെ തെളിഞ്ഞ വെള്ളമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് ലക്ഷദ്വീപിലാണ്. നമ്മളെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളപ്പോൾ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ബാക്കിലാണ്. സ്ത്രീകളായത് നമ്മൾ ഓരോന്നും മുമ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഫാമിലി ഇവരൊക്കെ റാഹത്തായിട്ട് അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പോകുന്നുള്ളത് അഗത്തി ദ്വീപിലെ പ്രധാനപ്പെട്ട ഒരു മഖാമിലേക്കാണ്. നമ്മുടെ കവരത്തിയിലുള്ള ഖാസിം വലിയുള്ളാഹിൻ്റെ പേരക്കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു മഖാം നമ്മുടെ പരിസരത്തുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്പോൺസർക്ക് ഇർഫാൻ ഭായി നമ്മുടെ ബാക്കിലുണ്ട്. 14 ആളുകൾ 3 വണ്ടികളിലായിട്ട് സിയാറത്തിന് വേണ്ടി പോകണം അല്ലേ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ സ്റ്റേ ഇവിടെ കഴിഞ്ഞല്ലേ. നല്ല ഫുഡ്, നല്ല താമസം എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ള 2 ദിവസം കൂടി നമ്മൾക്ക് ഉണ്ടാവും. അപ്പോൾ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ ഇന്നും നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എത്തിക്കുന്നതായിരിക്കും അല്ലേ. നമുക്ക് യാത്ര ഇൻഷാ അല്ലാഹ് നമ്മളവിടുന്ന് അഗത്തിയിലുള്ള മഹാന്റെ അവർത്തിലേക്ക് പോകട്ടെ. ഇത് ബാബ ഫഖറുദ്ദീൻ അല്ലേ എന്ന് പറയുന്ന മഹാനാണ്. കവരത്തിയിലുള്ള ഖാസിം വലിയുള്ളാഹിന്റെ പേരക്കുട്ടിയോ അങ്ങനെ ആരാണല്ലേ, മുജറയില്. അപ്പൊ ഏതായാലും 2 മഖാമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ പോയിട്ട് വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനും ഹാജിക്കയും മുസ്താഖൊക്കെ ഈ വണ്ടിയിലുണ്ട്, മറ്റുള്ളവരൊക്കെ മറ്റു വണ്ടിയിലാണുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നേരെ മഖാമിലേക്ക്. അപ്പൊ കൂട്ടത്തിന് ഗ്രാമത്തിന്റെ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഹുജറ എന്നുള്ള ഒരു മക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇറങ്ങി. പിന്നെ ഈ ഒരു വണ്ടിയിലും കൂടി ആയിട്ടാണ് നമ്മൾ ആളുകൾ വന്നിട്ടുള്ളത്. ടോട്ടല് 3 ബാച്ചാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഖാസിം വലിയുള്ളാഹിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു മഖാമിന്റെ പരിസരത്താണ്. ഈ കാണുന്നത് പള്ളിയും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ അഗത്തി നാട്ടിലെ ഈ പള്ളിക്കത്തെ ഒരു ഇമാമ് നമ്മുടെ അടുത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ചെറിയൊരു ബിസിയിലായതുകൊണ്ട് ഉസ്താദ് ഇപ്പോൾ വീടിന് വരാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഉസ്താദിന്റെ പേരെന്താ പറഞ്ഞേ? അബൂസലാം പോയ അല്ലേ. ഉസ്താദ് നമ്മൾ ഇവിടുത്തെ മഖാമിന്റെ ചെറിയൊരു നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ നമ്മളെ ഈ ജനങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ആയത്തിൽ എനിക്കറിയില്ല. അപ്പൊ പ്രായമുള്ളവരും അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ പണ്ഡിതന്മാരും ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് കൈമാറി തന്ന ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാസിം വലിയുള്ള ആങ്കോലിൽ ഉള്ള മഹാനാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന് അഗത്തിയിൽ വന്ന് ദാവുൽ എന്ന ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് അവിടെ നിന്ന് ഒരു മകനുണ്ടായി. ആ മകൻ്റെ പേര് സയ്യിദ് ഇബ്രാഹിം ഫതഹുല്ലാഹ് തങ്ങളാണ്. ആ മകൻ ഭാര്യ വീട്ടുകാരുടെ ലാൻഡായിരുന്നു ഇത്. പിന്നീട് അതിൻ്റെ അഹ്ലുകാരെ ബന്ധപ്പെട്ട് ആ പള്ളി പരിപാലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ മകൻ ഇവിടെയാണ് വഫാത്തായത്. ഖാസിം വലിയുള്ളാഹിന്റെ നേരിട്ടുള്ള മകൻ്റെ മക്ബറയാണ് ഈ അഗത്തി നേരിട്ടുള്ള മകൻ്റെ മക്ബറ. ഖാസിം വലിയുള്ളാഹി അഗത്തിയിൽ ഈ ദ്വീപിൽ കല്യാണം കഴിച്ചു. ദാവുൽ എന്ന വീട്ടിലാണ് ഒരു പെണ്ണെ കല്യാണം കഴിച്ചത്. ആ കല്യാണത്തിൽ ഉണ്ടായ മകനാണ് സയ്യിദ് ഇബ്രാഹിം ഫതഹുല്ലാഹ് തങ്ങൾ. ആ മകനാണ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കറാമത്തുകളും അത്ഭുതങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ ഇഞ്ചിൻ പിടിപ്പിച്ച ഓടങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്ത് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് നീങ്ങുന്ന പായ കപ്പൽ എന്ന് പറയും നിങ്ങളുടെ ഭാഷ, ഞങ്ങളെ പറയും ഓടം. അപ്പം ആ ഓടം കേരളത്തിലേക്ക് പോകുമ്പോൾ ആ ഓടത്തിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വന്ന് അകത്തിൽ ആദ്യത്തെ മക്ബറയാണ് ഇത് മഹാൻ്റെ. സിയാറത്ത് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് കേരളത്തിൽ നിന്ന് ഇവിടെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഈ ഓടം എത്തിക്കഴിഞ്ഞാൽ ഒരു ഈർക്കിൽ പോലും കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ സാധനം അവരിറക്കില്ല. ഇറക്കുന്നതിന് മുമ്പ് ഓടം കണ്ടതിന് ശേഷം അവരിറങ്ങി ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യും. സിയാറത്ത് ചെയ്തതിൻ്റെ ശേഷമേ ആ സാധനം ഇറക്കുകയുള്ളൂ, സമ്മതം മേടിച്ച്. അങ്ങനെ ഒരു മഹാന്മാരുടെ പൊരുത്തവും തിരുനോട്ടവും ോടുകൂടിയാണ് ഈ ദ്വീപ് തന്നെ അന്നും ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ പിന്നീട് നാടൊക്കെ പുരോഗമിച്ചപ്പോൾ ജനറേഷനിൽ നിന്ന് അത് കുറഞ്ഞ് കാണുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു ബഹുമാതിയും, കാരണം അന്ന്
ഉള്ള കാക്കാമാർ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഈ മക്ബറയുടെ നേരെ വടക്ക് വശത്ത് ഒരു കയല കാണാം നിങ്ങൾക്ക് റൗണ്ട് ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഭാഷയിൽ കയലെന്ന് പറയും. അപ്പോൾ അത് മഹാന്മാരെ വന്ന് ഇരിക്കുന്ന കയലാണ്. അതുപോലും ഇന്ന് വരെ ഉറലേക്കാർ അവിടെ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയാൽ കാണും. അപ്പോൾ അങ്ങനെ വളരെയധികം ചരിത്രം മന്തിയുറങ്ങുന്ന ഒരു സ്ഥലമാണ്. പല പേരുടെയും ബുദ്ധിമുട്ടുകളും മുറാദുകളും ഹാസിലായ ഒരു സ്ഥലം കൂടിയാണ് ഇത്. അഗത്തിയിലെ ആദ്യത്തെ മക്ബറയും കൂടിയാണ്. അഗത്തി ഹുജറപ്പള്ളി, അങ്ങനെയല്ല, ഹുജറപ്പള്ളി അഗത്തിയുടെ സുൽത്താൻ എന്നറിയപ്പെടും. ഷേഹിന്റെ പള്ളിയിലുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അയാളാണ്. ഒരുപാട് വർഷമായി അറിയില്ല. 100 വർഷത്തെ കൂടുതലുണ്ടാവും. ഗംഭീരമായി നടക്കുന്ന പള്ളിയാണ് അത്. ജമാഅത്തിലാവും ഗംഭീരമായ. പിന്നെ അതുപോലെ റമദാൻ 19-നാണ് മഹാന്റെ ദിനം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോക്ക് വേണ്ടി ചെറിയ ഒരു സമയം കൊണ്ട് നല്ല വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചെറിയ ഷോർട്ടായിട്ടുള്ള വിവരണങ്ങൾ തന്നിട്ടുണ്ട്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സ് നൽകട്ടെ എന്ന ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് സിയാറത്തും മറ്റുള്ള അനുബന്ധ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് മക്കാമിൻ്റെ പരിസരം കേട്ടോ. നമ്മൾ നേരെ മക്കാമിലേക്ക് പോകും. പരിസരം കേട്ടോ. ഇതാണ് മക്കാമ്. ഹസീറുല്ലാഹിന്റെ മകന്റെ മക്കാമിലേക്ക് കയറുകയാണ്. നേരത്തെ പറഞ്ഞ മഹാന് ഇരിക്കുന്ന ഒരു പീഠാണ് കേട്ടോ. ഇപ്പോഴും പൊളിക്കാതെ ഇതേപോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. മക്കാമിന്റെ പരിസരത്ത് നമ്മൾ കടലൊക്കെ കണ്ട്. അത് കടലാണ്, പക്ഷെ ഇത് കിണറാണ്. കണ്ടോ, ഇത്രയും താഴ്ചയിൽ ശുദ്ധമായ തെളിനീര് ഇവരൊക്കെ വർക്കത്തിന് വേണ്ടി കുടിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഏറ്റവും വലിയ കുതിരത്ത് പഠിച്ചോണ്ട് കേട്ടോ. അവിടെ ഉപ്പ് വെള്ളം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു തുള്ളി ഉപ്പില്ലാതെ തെളിഞ്ഞ വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് കുടിച്ച് നോക്കട്ടെ. വെള്ളം കേട്ടോ ഉണ്ടടക്ക് സംശയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വണ്ടി രാജിക്ക ಹಾಜಿ ನಮ್ಮ ಒಂದು ಗಾಡಿದು ಅಮೀರಾಗಿ ನಮ್ಮ റഫീഖ് ആചാര്യതരെ അമീറാക്കി ಒಂದು ಗಾಡಿದು. പിന്നെ ഇവിടെ ഒരു വണ്ടിയിലുണ്ട് നമ്മളെ ഒരു വണ്ടിയിൽ അമീറായി നമ്മളെ ഹബീബ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൽ നമ്മൾ 3 ആളുള്ളൂ. അപ്പോൾ നമ്മൾ കയറാം. ഡോറടിക്ക്. അടുത്ത മക്കാമിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. എല്ലാം അടുത്തോട്ടോ, നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. വണ്ടിയിൽ നിന്ന് ചെറുങ്ങനെ വരാൻ മാത്രം അടുത്താണ് അല്ലേ, വലിയ ദൂരമൊന്നുമില്ല. എന്നാലും ഒരു ഫോർമാലിറ്റീസിന് വണ്ടിയിൽ കൊണ്ടുവരാം. അത്രേ ഉള്ളൂ, ഒരു ഗസ്റ്റ് എന്ന നിലക്ക്. അപ്പോൾ ഇതാണ് നേരെ മക്കാമിലേക്കുള്ള വഴി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ മക്കാമിലേക്ക്. മക്കാമാണ് കേട്ടോ, ഹസ്രത്ത് സയ്യിദ് ബാവ ഫഖ്റുദ്ദീൻ മക്കാം ഷരീഫ് കേട്ടോ. ഇത് ഷെയ്ഖ് പള്ളിയാണ് ഇവിടുത്തെ അഗത്തി. ഇൻഷാ അല്ലാഹ് നേരെ മക്കാമിലേക്ക് നമുക്ക് കയറാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുത്തെ ചരിത്രം ഇവിടെ ലോക്കൽസിന് വല്ലാതെ പറയാനറിയുന്നില്ല, നാടന്മാരായതുകൊണ്ട്. ഇവിടുത്തെ ഉസ്താദ് അവിടെ റൂമിലാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് മുമ്പ് കിട്ടിയാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ആസിഫലുമായി ബന്ധപ്പെട്ട ഒരു മക്കാമും കൂടിയാണിത് കവരത്തിയിലുള്ള. അപ്പോൾ മക്കാമിൻ്റെ പരിസരമാണ് ഇൻഷാ അല്ലാഹ്. ഇത് പള്ളിയാണ് കേട്ടോ. പരിസരത്ത് തന്നെ പള്ളിയും ഒരു കുളവും കേരളത്തിലുള്ള അതേ ശൈലിയാണ്. ആദ്യം ഒരു കുളം ഉണ്ടാവും, കൊള്ളെടുക്കാനുള്ള സംവിധാനം, പിന്നെ ബാത്റൂം, പള്ളി, പിന്നെ മക്കാമും കൂടിയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ മക്കാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ മൊത്തം സൗകര്യമുണ്ട്. കാഴ്ചകളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് കാണിക്കുന്നത്. ഇപ്പം നിൽക്കുന്നത്
അഗത്തി ദ്വീപിലെ രണ്ടാമത്തെ ഒരു മക്കാമിലാണ്. നമ്മൾ ഒറ്റ ഒരു വീഡിയോയിലൂടെയാണ് ഇപ്പൊ 2 മക്കാമും കാണുന്നുള്ളത്. ഇവിടെ നമുക്ക് ഈ മക്കാമില് പരിസരത്ത് ഉള്ള ഒരു കാക്കയാണ്. മൂപ്പര് അതിനായിട്ടും പള്ളിയിൽ സേവനമൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഇവിടുത്തെ ചെറിയൊരു മൂപ്പർക്ക് അറിയുന്ന രൂപത്തിൽ നമുക്ക് ഈ ഒരു മക്കാം ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. എന്താ നിങ്ങളുടെ പേര്? അബ്ദുൽ ഖാദർ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മക്കാമിന്റെ ചെറിയ 1-2 വിഷയങ്ങൾ നമുക്ക് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവിടെ ഇയാള് വഫാത്തായിരിക്കുന്നു. മഹാൻ. ഇത് സയ്യിദ് ബാബ ഫക്രുദ്ദീനാണ് ഇയാളെ പേര്. അയാള് താമസിച്ച വീട് ഇവിടെയുണ്ട്, ഇപ്പോഴും ഉണ്ട്, കാണാൻ പറ്റും. അയാള് താമസിച്ച വീട് ഓടിച്ച് ആയിരുന്നു, നേരത്തെ പണിയതായിരുന്നു. അയാളിപ്പോ പുതുക്കി തൊട്ടുണ്ട് ഇവിടെ. അവരെ മക്കളും പേരക്കുട്ടികളും കൂടെ ഉണ്ടോ? ഇല്ലല്ല, അവിടെ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. ഇയാള് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇയാൾ വഫാത്തായി. ചെറുപ്പക്കാരനായിരുന്നു അല്ലേ? ഇയാള് ആണ്ട് ഇറച്ചക്ക് പിന്നെ ഒന്നും കിട്ടാതെ ഉമ്മ വിലങ്ങി. അവിടെ അയാൾ പോറ്റുന്ന ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ വിലങ്ങിയിരുന്നു. അന്ന് കഷ്ടപ്പാടാണ്. അന്ന് അയാളെ നടത്ത അയാൾ പെണ്ണിന് കൈയില്ലാത്ത കൊണ്ട് ആ പണി അന്ന് ഈ ഭക്ഷണത്തിന് മീന് കൊടുക്കണം. അപ്പം മീൻ ഇല്ലാതെ ഒന്നുമില്ല. പിന്നെ പയറൊക്കെ ഉണ്ട്, പയറും കഞ്ഞിയൊക്കെ അതൊക്കെ ഇതിന് കൊടുക്കുന്നതാണ്. ഉണ്ടാക്കുന്ന ഹത്തർ പോകുന്ന ദിവസം 18-നാണ്, റജബ് മാസം 18-നാണ് ഇയാളെ വഫാത്തായി. റജബ് മാസം 18-നാണ് മഹാനവർ വഫാത്തായി. അയാളെ ഉറസ് ഇവിടെ നടക്കുന്നത് 19 റജബ് അടുത്ത മാസം 19-നാണ്. എന്തെങ്കിലും നമുക്ക് കൂടാ അല്ല. അപ്പോ ശരിക്കും പറഞ്ഞ മഹാനിക്ക് മക്കളും ഭാര്യ ഒന്നുമില്ല, ആരുമില്ല. ഇപ്പൊ ഉമ്മാന്റെ മക്കാം എവിടെ ഉള്ള? ഈ തങ്ങൾ വേറെ സ്ഥലത്തിന് വന്നതാണ്. ചെറിയ കുട്ടി വന്ന് ഈ ഉമ്മ വളർത്തി പോറ്റി ഉണ്ടാക്കിയാണ്. കാസിം വലുതാന്റെ ആരായിട്ട് വരും എന്ന് പറഞ്ഞാൽ അത് പേരമക്കൾ. പേരമക്കളുടെ വീടും. അപ്പൊ ഏതായാലും ഇവരെ കൊണ്ട് ഇവിടെ ദീന്റെ പ്രചരണം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ചെറിയ പ്രായത്തിൽ മരണം. അയാളെ പിന്നെ പല ക്രാമത്തുകളും കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അറിയാൻ പറ്റിയതുണ്ടോ? അന്ന് അയാൾ പെണ്ണ് ഭക്ഷണത്തിന് വന്ന് ഈ മീന് കിട്ടാത്ത കൊണ്ട് കടത്തീരത്തിലേക്ക് പോയിരുന്നു. എവിടെ? കടത്തീരം. പോയി ഒരു അയക്കുറ വന്ന് കേറി മണ്ണിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കൊടകിലൊക്കെ കാട്ടിപ്പോത്തൊക്കെ വന്നിട്ട് ഉറൂസിനൊക്കെ വരുന്നറിയില്ലേ? അത്ര ഗ്രാമത്തെ അപ്പൊ എന്ന പോലെ മീൻ ഇങ്ങോട്ട് വന്ന് കയറി കര കയറുക. നമ്മളെ കൊടകിലൊക്കെ ഉറൂസിനെ കാട്ടിപ്പോത്ത് മക്കാമിലേക്ക് ഇങ്ങോട്ട് വരും. ഇതുപോലെ അവിടെ ഒരു അറവിന്റെ സ്ഥലമുണ്ട്, അവിടെ വന്ന് തല വെക്കുന്നതാണ് ചരിത്രം. ഗ്രാമത്ത് കാട്ടിയതാണ്. അതായത് അവിടെ കാട്ടിപ്പോത്ത് അങ്ങനെ പലതുണ്ട് അല്ലെ? പലതുമുണ്ട്. പിന്നെ ഇയാളെ ഉറുസിന് ഒരു സർജൻ ഉണ്ടായിരുന്നു, നേരത്തെ ഒരു ഇച്ഛ ഉണ്ടായിരുന്നു. അയാള് പശുവിനിറക്കാൻ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് അയാൾക്ക് നമ്മളെ മണ്ടസുവക്കേടാക്കി പിറന്താക്കി അയാൾ ആമം തോണ്ടി ഇട്ട്. പിന്നെ അയാളെ ഭാര്യ നേർച്ച വച്ചിട്ട് ഒരു പശു ഒരു മുടിയും കൊടുക്കാൻ നേർച്ച വെച്ചതുകൊണ്ട് മാറി. അപ്പൊ അങ്ങനെ ഒരുപാട് കറാമത്തുകളൊക്കെ ഉള്ള ആളാണ്. സ്വീകരിക്കട്ടെ. അപ്പൊ നമുക്ക് ചെറിയ അറിയുന്ന രൂപത്തിൽ ചെറിയ വിഷയങ്ങൾ പറഞ്ഞതിന് നന്ദി. എപ്പോഴും ദ്വാരിക്കാം നമ്മൾ ആൾക്കാർക്ക്. ഒരു വീഡിയോ തൽക്കാലത്തോടെ വൈൻഡപ്പിയാണ് അല്ല. പിന്നെ നമ്മള് ജുമാക്ക് പോക്കുള്ള കാഴ്ചകളൊക്കെ ഇൻഷാല്ല പിന്നീട് വരുന്നതാണ്. നമ്മളെ ബാക്കിൽ വലിയൊരു കൂട്ടം കേട്ടോ, സ്ത്രീകളാണ്. അപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ അവരെ പരസ്യപ്പെടുത്തണ്ട എന്നുള്ള നിലക്കാണ് ഇടാത്തത്. ഇൻഷാല്ലാ അവര് നമ്മളിപ്പോ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കല്ലേ. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാനും അബീബും ജുമാക്ക് വേണ്ടി പോകണം കേട്ടോ. അവിടെ 2-3 പള്ളിയുണ്ട്. ഇവിടെ അടുത്ത് നമുക്കൊരു ജുമാഅത്ത് പള്ളിയുണ്ട്, നിസ്കാര പള്ളിയുണ്ട്. അപ്പോൾ ജുമാക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് പള്ളി കേട്ടോ. ആശർ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്.
നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. 12:15 ആളുകൾ പോയി കഴിഞ്ഞു. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതാണ് പുറത്ത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജുമയുടെ ഒരു സിറ്റുവേഷൻ. കുറേ ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സുഹൃത്തേട്ടാ. കോഴിക്കോടല്ലേ? കണ്ണൂര്. അപ്പോൾ പ്രിയമുള്ളവർ, നമുക്കിവിടെ ഭക്ഷണം ഇവരെ ഇവിടെ കൊടുന്നു തരലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടില്ല, തിരക്കായതുകൊണ്ട്. അപ്പോൾ ഇർഫാൻക്കാണ് നമുക്കിവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എത്തിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു ബീഫ് ബിരിയാണിയാണത് ആണല്ലേ. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ സ്ത്രീകളൊക്കെ കഴിക്കും. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു കച്ചമ്പറും ഇതൊക്കെയാണ്. പക്ഷേ അവരിങ്ങനെ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.